അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ 74 പേർ പത്രിക സമർപ്പിച്ചു. ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ സംഘടനയ്ക്കുള്ളിൽ രണ്ടഭിപ്രായമാണുള്ളത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനനും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. അമ്മ ഭരണസമിതി രാജിവെച്ച് ഒരു വർഷത്തിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് വാശിയേറിയ പോരാട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. മത്സരരംഗത്തേക്കില്ല എന്ന് മോഹൻലാൽ അറിയിച്ചതിന് പിന്നാലെ നടൻ ജഗദീഷും നടി ശ്വേതാ മേനോനും നടൻ രവീന്ദ്രനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 74 പേരാണ് നിലവിൽ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാകും അന്തിമ ചിത്രം വ്യക്തമാകുക. മുൻപ് ഭരണസമിതിയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ യുവാക്കളും സ്ത്രീകളും ഇപ്രാവശ്യം മത്സരരംഗത്തുണ്ട്. ഭയക്കാതെ എല്ലാവരും മുമ്പോട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാവർക്കും ഈക്വൽ പങ്കാളിത്തത്തോടുകൂടി മുമ്പോട്ട് വരാൻ സാധിക്കുന്നു. സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. എനിക്കതിലൊരു പേഴ്സണലി സന്തോഷമുള്ളത്, കഴിഞ്ഞ വർഷം ഞങ്ങൾ അഡ്വോ കമ്മിറ്റി ആയിരുന്നു. ആ അഡ്വോ കമ്മിറ്റിയിൽ ഉള്ള പ്രവർത്തനം കണ്ടിട്ടും അല്ലെങ്കിൽ അഡ്വോ കമ്മിറ്റി കൂടുതൽ ജനകീയമായതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഇത്രയും പേർക്ക് മത്സരിക്കാൻ ആഗ്രഹം വന്നത്. അതേസമയം ബാബുരാജും ജയൻ ചേർത്തലയും അടക്കമുള്ള മുൻ ഭരണസമിതിയിലെ അംഗങ്ങൾ ഇപ്രാവശ്യവും മത്സരിക്കാൻ തീരുമാനിച്ചതോടെ ആരോപണ വിധേയരെ മാറ്റി നിർത്തണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. ഈ ആരോപണ വിധേയരായി മത്സരിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു മര്യാദയാണ്. ഇതൊരു സന്നദ്ധ സംഘടനയാണ്, ഇതൊരു ചാരിറ്റി സംഘടനയാണ്. ആ സംഘടന മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം മൂല്യമുള്ള ആൾക്കാർ തന്നെ ഈ സ്ഥാനത്തേക്ക് വരിക. അമ്മ എന്ന് പറഞ്ഞൊരു അസോസിയേഷന്റെ ആവശ്യം എന്താണെന്നും പ്രത്യേകിച്ച് അമ്മയുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്നത് എന്താണെന്നും ഒക്കെ ഈ കഴിഞ്ഞ 10-14 വർഷമായിട്ട് കൂടെ നിന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംഘടനയ്ക്ക് നല്ലത് വരുന്ന രീതിയിലുള്ള ആളുകൾ തന്നെ മുന്നോട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നടൻ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുമാണ് മത്സരിക്കുക. അൻസിബ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ച ജോയി മാത്യുവിന്റെ പത്രിക തള്ളിയിട്ടുണ്ട്. പേരുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമാണ് പത്രിക തള്ളാൻ കാരണം. 24 കൊച്ചി.